ഹേ ഗായ്സ്, അപ്പോൾ മാരേജ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റായി. അപ്പോൾ ഞങ്ങൾ നടത്തിയ ചെറിയ ചെറിയ പ്രോഗ്രാംസിൻ്റെ ചെറിയ ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ കൊടുത്തത് മെഹന്തിയാണ്. അത് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ചേച്ചിയും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും അന്ന് ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ. രണ്ടാമത് നടന്നത് സംഗീത് നൈറ്റായിരുന്നു നടത്തിയത്. അപ്പോൾ സംഗീത് നൈറ്റും അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം നടത്താൻ പറ്റി. അതിനു മുന്നേ ഈവനിങ് ഞങ്ങൾക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഷൂട്ടിന് പോകേണ്ടിയിരുന്നു. അതും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഞങ്ങൾക്ക് കുറേ വീഡിയോസൊക്കെ കിട്ടി. അതിൻ്റെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ സംഗീത നൈറ്റിൻ്റെ എല്ലാ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ കുറേ തിരക്കിലായിപ്പെട്ട്. അങ്ങനെ സംഗീത നൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ കൊടുത്തത് ബ്രൈഡ് ടു ബി. അത് കുറച്ച് ലേറ്റായിട്ടാണ് കൊടുത്തത്. ഞങ്ങൾ കുറച്ച് പേര് കോളേജിൽ നിന്ന് ലീവൊക്കെ ആയി അങ്ങനെ വരാനൊക്കെ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ലീവൊക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ ലേറ്റായിപ്പോയി കൊടുക്കാൻ വേണ്ടി. പക്ഷെ അതും നല്ല രീതിക്ക് തന്നെ കൊടുത്ത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ എണീച്ചു, കാരണം കല്യാണത്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു 5 മണിക്ക് എത്തുമായിരുന്നു. അപ്പോൾ 4:30 ഞങ്ങളെല്ലാവരും എണീച്ചു മേക്കപ്പിനൊക്കെ ഇരുന്നു. കല്യാണത്തിൻ്റെ എല്ലാ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ, കാരണം ഒരു ചെറിയ വീഡിയോ പോലും കിട്ടിയില്ല. എന്താ വെച്ചാൽ കല്യാണത്തിന് ഫുൾ ബിസി ആയിരുന്നു. അങ്ങനെ ഈവനിങ് വരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു. അങ്ങനെ വലിയ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് റിസപ്ഷൻ ആയിരുന്നു. ചേട്ടൻ്റെ വീട്ടിലോട്ട് കുറച്ച് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് പോകുന്നത്. ഞങ്ങളും പോയി ചേട്ടൻ്റെ വീട്ടിലത്തെ പ്രോഗ്രാംസും ഫുഡും ഒക്കെ കഴിച്ച് ചേച്ചിനോട് ലാസ്റ്റായിട്ട് ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു. അങ്ങനെ ചേച്ചിയുടെ മാരേജ് അടിപൊളിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ അത്ര कुछ भी